Good afternoon all. Good. Hello. Hey. Yeah. Good afternoon. Unmute ചെയ്തിട്ടുണ്ട്. So you can speak up. Okay. How are you all? Hope you all doing well. Am I correct? Yeah. പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത കുറച്ച് സ്റ്റുഡൻസ് ആണ് അല്ലേ? മനസ്സിലായി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വെറുതെ സംസാരമൊന്നുമില്ല. ക്ലാസ്സിലേക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. എക്സ്പ്രഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, so let's try the first expression in today's class. Will have to. Okay, write the expression. The first expression is will have to. Will have to. Okay, will have to എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ചെയ്താ subject plus will have to plus V1. Subject plus will have to plus V1. Subject plus will have to plus V1 ആണ് വരാം. മീനിങ് ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതാകാം, അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നൊരു മീനിങ്ങിലാണ്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നൊരു മീനിങ്ങിലാണ് will have to വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും സ്ലോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വീഡിയോ കേൾക്കുന്നതാണെങ്കിലും വീഡിയോ ആണെങ്കിലും എന്തെങ്കിലും എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോ will have to എഴുതാം. ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നൊരു മീനിങ്ങിലാണ് വരാം. ഇപ്പോ നിനക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ you will have to work hard. കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായി വന്നേക്കാം. You have to work hard. You will have to go there. നീ അവിടെ പോകേണ്ടതായി വന്നേക്കാം. You will have to go there. Okay. You will have to do your homework. Homework ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to do your homework. Okay. Yeah. Tom. എത്തിയോ? Okay. Then you will have to attend your yeah. You will have to join our class. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടതായി വന്നേക്കാം. You have to join our class. Miss, I will have to attend the exam. I will have to attend my exam. You will have to attend എനിക്ക് എന്റെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായി വന്നേക്കാം. I will have to attend my exam. പറയാം. Write പറയാം. I will have to write my exam. Okay. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ will have to എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? seems to. seems to or seems to. അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. seem ആണോ seems to ആണോ വരാനുള്ളത്. Subject plus
seem or seems to plus V1. അതായത് സിംഗുലർ സബ്ജക്റ്റ് കൂടെയാണെങ്കിൽ നമ്മൾ സീംസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണെങ്കിൽ സീമും ആണ് യൂസ് ചെയ്യാം. മീനിങ് വരുന്നത് അതായത് ഇപ്പോ ഒരാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊരു തോന്നലാണ്. സീംസ് ടു he seems to accept the proposal. എന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവൻ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് തോന്നുന്നത്. നമ്മൾ ഐ തിങ്ക് എന്ന് പറയേ, I think he accept the proposal. അതുപോലെ തന്നെയാണ് ആ ഒരു സീം മീനിങ് തന്നെയാണ് വരാം. പക്ഷെ സീംസ് ആണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ എക്സാമ്പിൾ ചെയ്താ he seems to accept that proposal. അവൻ അപ്പൊ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Okay. Then he seems to come here. അവർ ഇവിടെ വരുമെന്ന് തോന്നുന്നു. He seems to come here. അവർ ഇവിടെ വരുമെന്ന് തോന്നുന്നു. തോന്നുക എന്ന മീനിങ് ആണ്. Okay. So let's make examples. We have to and seems to. This example is to. Sorry, the next question is to examples again. I have to correct these things. Yeah, Tom, in the silent analog, she seems to attend the marriage. Tom, can you hear me? Respond to you. On duty. Okay. Okay, Tom. I seems to win the exam. I seems to win the exam. Yeah, right. Yeah, it's okay, Tom. Duty lale manasilayta order. I seems to win the exam. Yeah. Then next time. So once exam pass aagana nanu vicharikkunu. Pass exam paraya. Okay. Then so shall we more examples? We No? seem to attend the party. Then they seem to attend the party. She seems to carry a bag. She seems to Carry a bag. carry the bag. Anna. They seems to carry the bag. Yeah. What we have to see. Oh, you don't wait. Okay. About the next question number 2 will have to and it seems to or seem to. Okay. Any next another expression here now. Another expression have you heard of? Have you heard of? Have you heard of? നിങ്ങൾ എന്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹെഡ് ഓഫ് കേരള? ഹാവ് യു ഹെഡ് ഓഫ് ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹെഡ് ഓഫ് ഹിസ് ഫാദർ? അവന്റെ അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹെഡ് ഓഫ് അവർ അക്കാഡമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹെഡ് ഓഫ് സ്മാർട്ട് സിറ്റി അക്കാഡമി എന്ന് ചോദിക്കാം. അക്കാഡമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ആ രീതിയിൽ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് ഹാവ് യു ഹെഡ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Is it clear? Have you heard of their family? So, Have you heard of their family? yeah, have you heard of their family? Yeah. Then എന്താ പറയാ? Have you heard of that institution? Yeah, have you heard of that institution? ചോദിക്കാം.
Okay. Then അടുത്തത് അടുത്തൊരു എക്സ്പ്രഷൻ മേക്ക് ആണ്. മേക്ക് അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് V1. Subject plus make plus object plus V1. ചെയ്യിപ്പിക്കുക എന്നാണ്. I make her understand. ഞാൻ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കാം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിപ്പിക്കാം. I make her understand. ഞാൻ അവിടെ മനസ്സിലാക്കിപ്പിക്കാം. I make her understand. അത് പ്രസന്റിലാണ്. പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? I made her understand എന്ന് പറയും. make എന്നുള്ളത് ടെൻസ് മാറുമ്പോൾ ചേഞ്ച് വരും. make made ആകും. പാസ്റ്റിൽ made ആകും. ഫ്യൂച്ചറിലാണെങ്കിലോ വില്ല് വരും അല്ലെ. I will make her understand. Okay. ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. പ്രസന്റ് ടെൻസിൽ I make her understand ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ അത് I made her understand ആകുമ്പോൾ ഫ്യൂച്ചറിൽ I will make her understand. Okay, clear? Clear. Yeah, clear. Okay, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? Yeah, okay. Next is haven't or hasn't. Haven't or hasn't. Structure വരുന്നത് haven't or hasn't plus subject plus V3 plus 8 എന്നാണ്. ഇങ്ങനെയാണ് വരാം. hasn't or haven't plus subject plus V3 plus 8. ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ. അവിടെ ഹാവ് ആണ് വരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സബ്ജക്ട് പ്ലൂറൽ ആയിരിക്കണം. ഹാസ് ആണെങ്കിൽ സിംഗുലർ ആയിരിക്കണം. ഇപ്പോ hasn't she come yet? അവൾ ഇതുവരെ വന്നില്ലേ? hasn't she come yet? hasn't she come yet? V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. came come came from. അപ്പോൾ come ആണ് വരെ V3 ഫോം. Oh, hasn't she come yet? അവൾ ഇതുവരെ വന്നില്ലേ? ഇനി അത് നീ ഇപ്പോ അവർ ഇതുവരെ വന്നില്ലേ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? haven't they come yet? haven't they come yet? അവർ ഇതുവരെ വന്നില്ലേ? ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എളുപ്പമാണല്ലോ. എല്ലാവരും നെക്സ്റ്റ് ഏരിയ ഒന്നുകൂടെ പറയുവോ? haven't they come yet? Haven't they come yet? Hasn't she come yet? Subject ne base ചെയ്തിരിക്കും. have ആണ് has ആണ് എന്ന് യൂസ് ചെയ്യാം. Okay. haven't they come yet? hasn't she come yet? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അവർ ഇതുവരെ വന്നില്ലേ? അവൾ ഇതുവരെ വന്നില്ലേ? നീ അവൻ ഇതുവരെ ഫിനിഷ് ചെയ്തില്ലേ? അവിടെ ഇതുവരെ ഫിനിഷ് ചെയ്തില്ലേ? hasn't she finished it yet? പറയൂ. Haven't he finished the exam? Yeah, haven't he finished? haven't അല്ലല്ലോ വരാ. hasn't അല്ലേ വരാ. Hasn't. Hasn't he finished exam yet? Hasn't he finished the exam yet? Exam finish ചെയ്തിട്ടില്ല. Okay. Then next. Okay.
ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ ഇത്? അടുത്ത ഒരു എക്സ്പ്രഷൻ ഏതാ? സബ്ജക്ട് പ്ലസ് ഏബിൾ ടു പ്ലസ് V1. ഏബിൾ ടു എന്നാണ്, അതാണ് സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏബിൾ ടു, സബ്ജക്ട് പ്ലസ് ഏബിൾ ടു പ്ലസ് V1. അതായത് ചെയ്യാൻ കഴിവാണ്. ഏബിൾ മീൻസ് കഴിവാണ്, നമ്മളൊരു എബിലിറ്റി എന്നൊക്കെ പറയാം, കഴിവാണ്. ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ട്. ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, എന്താ? I'm able to dance very well. I'm able to speak English besides French. I'm able to speak French besides English. English കൂടാതെ ഞാൻ ഫ്രഞ്ചും സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ഏബിൾ എന്ന് പറയുമ്പോൾ കഴിവ് എന്നാണ് അർത്ഥം വരിക. I'm able to cook Chinese food. I'm able to cook Chinese food. Yeah, correct. Then ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ എന്താ പറയാ? എക്സാമ്പിൾ പറയൂ. പറയുന്നുണ്ടോ? I'm able to pass the BSc exam. Yeah, I'm also pass the BSc exam. Yeah. ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ ഇതാ. Has or have. Has or have plus subject plus ever plus V3. Has or have plus subject plus ever plus V3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have you ever talked to him? നീ അവരോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? Have you ever talked to him? ഇവിടെ സബ്ജക്ട് മാറുന്നതനുസരിച്ചിട്ട് മാറുണ്ടോ? സ്റ്റോറി ആണെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യും, സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹാവ് യു എവർ ടോക്ക് ടു ഹിം, നീ അവരോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ റീഡ് ഇറ്റ്, നീ അത് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോ ദിയർ, നീ എന്തെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോ ടു ഗോവ, നീ എന്തെങ്കിലും ഗോവയ്ക്ക് പോയിട്ടുണ്ടോ? മനസ്സിലായോ? അങ്ങനെ ചോദ്യം. ഇനി അവരാണെങ്കിലോ, ഹാസ് ഹി എവർ ഹെൽപ്ഡ് യു, അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? ഹാസ് ഹി എവർ ഹെൽപ്ഡ് യു? Okay. Miss എന്നോട് പറഞ്ഞ has he ever helped you? അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? Has he ever helped you? ഇതുപോലെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ആദ്യം മലയാളത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയോ. രശ്മി മാതിരി സംസാരിക്കുന്നുണ്ടോ ക്ലാസ്സില്? ബാക്കി ആരെന്നൊന്നും മിണ്ടാത്തേ? അഗെയിൻ 5 പേരെ ക്ലാസ്സിലുണ്ട്, അതിൽ ഒരാളെ രശ്മിയാണ് സംസാരിക്കുന്നത്, ബാക്കി 4 പേരും മിണ്ടുന്നേ. എന്താണ് നസ്രിമോൾ സംസാരിച്ചിട്ടുണ്ടാണല്ലോ, പിന്നെ എന്ത് പറ്റി? എന്തൊക്കെ ചോദിച്ചാൽ മിണ്ടില്ല ചെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാവരും.
Yeah. Have you ever? Has she ever go to Bombay? As ഒന്നുകൂടെ Has she ever go to has she ever gone ആണ് gone to Bombay? Yeah, correct ആണ്. Correct ആണ്. Have you ever come to? Have you ever come to? In the future, അവരെന്തെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? Any example? Any other example? Have you ever come with you? എങ്ങനെ വിത്തല്ലേ കൂടെ വരുമ്പോൾ പറയൂ. Has he ever talked to others? ആരാണ്? Others മറ്റുള്ളവരോട് Others. Talk to others. Yeah, correct. മറ്റുള്ളവരോട് നീ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ yeah, hasn't she? Yeah, hasn't she or hasn't he ever talked to others? Hasn't അല്ല has. Sorry. ഇനി ഇവിടെ സംസാരിച്ചിട്ടില്ലേ എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ ഹാസിന്റ് ഹാവിന്റ് ചേർക്കാം. Hasn't she ever talked to others? ഇതുവരെയും ആരോട് സംസാരിച്ചിട്ടില്ലേ? ഇല്ലേ എന്ന് ചോദിക്കില്ലേ? ഇല്ലേ? അവിടെയാണെങ്കിൽ നമുക്ക് ഹാസിന്റും നെഗറ്റീവ് കൊടുക്കാം. ഹാവിന് നെഗറ്റീവ് ഫോം കൊടുത്തിട്ട് സെയിം സ്ട്രക്ചർ വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ. Okay, then how long? How long? How long? How long? Plus has or how plus subject plus being plus verb ing. How long? Plus has or have plus subject plus being plus verb ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നവർ എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു. ഓ നീ എത്ര കാലമായിട്ട് പഠിക്കുന്നു എന്നാണെങ്കിൽ how long has she been studying here? How long has she been studying here? അവിടെ സബ്ജക്ട് മുന്നാണ് ഹാസും ഹാവും വരും. അത് സബ്ജക്ട് ബേസ് ചെയ്തിരിക്കും ഹാസ് ആണോ ഹാവ് ആണോ എന്നുള്ളത്. അവൾ ഇവിടെ എത്ര നാളായിട്ട് പഠിക്കുന്നു എന്നാണെങ്കിൽ how long has she been studying here? നീയാണെങ്കിലോ how long have you been studying here? അവൻ എത്ര നാളായിട്ട് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നാണെങ്കിൽ how long has he been working with you? How long has he been working with you? Okay. Is it clear or not? Okay, miss. For example, ബാക്കി ആരും സംസാരിക്കുന്നില്ല എങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാലോ. എക്സാമ്പിള് ഞാൻ ആർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നേ? എനിക്ക് വേണ്ടിയാണ് എടുക്കുന്നേ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ആ ഒരു കുറച്ചെങ്കിലും ഒരു പരിഗണന എന്താണ് എന്താ പറയാ ഞാൻ ഇത് കാണിക്കാം. കുറച്ചെങ്കിലും ഒരു റെസ്പെക്ട് ഇത് കാണിക്കാം. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും ടെക്സ്റ്റ് വൈസ് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ
അതേ ക്ലാസ്സിൽ ഇരുന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇംഗ്ലീഷ് അതുകൊണ്ടൊന്നും മനസ്സിലാവുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ സംസാരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നാൽ മാത്രമേ ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ലാംഗ്വേജ് ആണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അല്ലാതെ സംസാരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവിടുത്തെ ക്ലാസ്സിൽ വന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടിരുന്നത് കാര്യമില്ല. റെസ്പോണ്ട് ചെയ്യാവോ എല്ലാവരും? നസ്രിമോൾ, സാദിയ, ജിൻഷാദ്, അഞ്ജു, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. എനിക്ക് എക്സാമിൽ ടെക്സ്റ്റ് ചെയ്യണം, മസ്റ്റ് ആണ്, ചെയ്തിരിക്കണം. ഓക്കെ, എടുക്കുന്ന ക്ലാസ് ടെക്സ്റ്റ് ചെയ്യാം, ചോദിക്കുന്ന എക്സാമ്പിൾസ് പറയാം. സംസാരിക്കാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാലോ. ഓക്കെ, ഇത്രയും എക്സ്പ്രഷൻസ് ഞാൻ പറഞ്ഞിരുന്നു, ആരും ടെക്സ്റ്റ് ചെയ്തില്ല. അഞ്ചു ചെയ്തിരുന്നു, ചെയ്തു. അതർവൈസ് വേറെ ആരും, രശ്മി ഒഴികെ വേറെ ആരും ചെയ്യുന്നില്ല. രശ്മി സംസാരിക്കുന്നുണ്ട്, ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി ആരും ചെയ്യുന്നില്ല, മസ്റ്റ് ആയിട്ട് ചെയ്യണം. കേട്ടല്ലോ? നസ്രിയ, സോറി നസ്രിമോൾ, സാദിയ, ജിൻഷാൻ, റെസ്പോണ്ട് ചെയ്യൂ, ടെക്സ്റ്റ് ചെയ്യൂ, എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇനി അടുത്ത എക്സ്പ്രഷനിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. ഹലോ. കാരണം ഞാൻ അടുത്ത ക്ലാസ് എടുക്കാം. ഇതോ പറയൂട്ടോ. ഗുഡ് ഈവനിങ് മാഡം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല, നടന്നോണ്ടിരിക്കുന്നു. എനിക്ക് വയ്യ അങ്ങനെയൊക്കെ പറയാതെ. വീട്ടിലാണിപ്പോ? ഡോക്ടർ വന്നിട്ടില്ല, ഡോക്ടർ വരുമ്പോ പോണം. ഉച്ചവരെ ഉള്ളൂ അല്ലേ? മോർണിംഗ് ടു ആഫ്റ്റർനൂൺ അല്ല, വരെ ഉള്ളൂ. 5 മണി വരെ. ആണോ, അങ്ങനെയാക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നപ്പോ അങ്ങനെയാണോ പറഞ്ഞേ? ആഫ്റ്റർനൂൺ വരെ. എന്റെ നല്ല സ്വഭാവമായോണ്ട് 5 മണി വരെ ആക്കി. എങ്ങനെയുണ്ട് ഇപ്പോ? കണ്ടോ, മനസ്സിലായില്ലേ എന്റെ നല്ല സ്വഭാവം? നല്ലാണോ? ഹൗ ലോങ് ഹാസ് ബീൻ വാക്കിംഗ് വിത്ത് യു? ഞാൻ വാക്കിംഗ് ചെയ്യുന്നില്ല, ഞാൻ ഇപ്പൊ നിക്കോ. എക്സാമ്പിൾ ആണോ? സോറി. പറയൂ, വർക്ക് ചെയ്യേണ്ടത് പറയൂ. ജോയിൻ ചെയ്തിട്ട് നമ്മൾ എപ്പോഴാണ് സംസാരിക്കുന്നത്? അത് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓക്കെ ആയോ? സെറ്റ് ആയോ അവിടെയൊക്കെ? പക്ഷെ പൈസ ഒന്നും തരത്തില്ല. ഇന്റേൺഷിപ്പ് അല്ലേ, ഇപ്പൊ പൈസ കിട്ടില്ലല്ലോ. ആസ് എ ട്രെയിനി വണ്ടിക്കൂലി പോലും തരത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് ജോലി കയറാലോ, ഇപ്പൊ കിട്ടുമല്ലോ. എന്നാലും ചായ കുടിക്കാനുള്ള പൈസ എങ്കിലും തരണ്ട്. ഇങ്ങനെ തരുമോ? ഇങ്ങനെ തരാറുണ്ടോ? എനിക്കറിയില്ലല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞ, ടീച്ചർ പഠിപ്പിച്ചോ. സ്റ്റൈഫൻഡ് ഒന്നുമില്ലേ? എന്തോ സ്റ്റൈഫൻഡ് ഒന്നുമില്ലേ ഇന്ന്? സ്റ്റൈഫൻഡ് ആദ്യമേ ഇത് കിട്ടിയത് തന്നെ ഭാഗ്യമാ. നിങ്ങളുടെ ബാച്ചിലെ വേറെ ആർക്കെങ്കിലും ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇതിലെ ചേച്ചിക്ക് കിട്ടിയായിരുന്നു. ക്ലാസ്സിലുണ്ടാവാറുണ്ടോ? ചേച്ചി ക്ലാസ്സിൽ കേറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ. ഇന്റേൺഷിപ്പ് ആണോ അതോ ജോലിക്ക് കയറി? ജോലിക്കാ. ചേച്ചിക്ക് ജോലിയാ, ചേച്ചി നേരത്തെ പഠിച്ചിട്ടുണ്ട് കുറച്ച്. ഓക്കെ, അതുപോലെ പെട്ടെന്ന് ടോമിന് കിട്ടട്ടെ. പ്രാർത്ഥിക്കുക. ഇന്റേൺഷിപ്പ് എത്ര, 3 മാസമാണോ? അത് അങ്ങനൊന്നും ഇല്ല, നമുക്ക് എത്ര മാസം നിക്കാൻ പറ്റുമോ അത്രയും വരെ നിക്കാം. വേറെ എവിടെയെങ്കിലും ബെറ്റർ കിട്ടുന്നിടത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ആവാം. ആസ് എ ട്രെയിനി ആയിട്ടാണോ 3 മന്ത് നിൽക്കാന്ന് പറഞ്ഞേ? അതെ, അത് ട്രെയിനി ആയിട്ടാ. പിന്നെ വേറെ ആരെങ്കിലും ഇപ്പം പോയി കഴിഞ്ഞാൽ, ഇപ്പോഴ് വേറെ ആരെങ്കിലും വേറെ ബെറ്റർ ജോബ് കിട്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് അവരുടെ പോസ്റ്റ് എനിക്ക് കിട്ടിയാ കിട്ടി. അപ്പൊ അതിന് ഞാനിപ്പോ അവരുടെ താഴെയല്ലേ. അടുത്താണോ? വീടിനടുത്താണോ? ഒരു അരമണിക്കൂർ കണ്ട് 20 മിനിറ്റ്. ഓക്കെ, അപ്പോ
ടോം ക്ലാസ് കാണാട്ടോ, കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ കാണാം. ഓക്കെ മാഡം. ഓക്കെ, അപ്പൊ ശരി, ഞാൻ പിന്നെയും പോവുക. ഓക്കെ ടോം. ബൈ മാഡം. ഓക്കെ, അപ്പോ നസ്രിമോളും സാദിയയും സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഇവര് 3 പേരും ഒന്നും പറയുന്നില്ല. നല്ല കാര്യം, ക്ലാസ്സിൽ തന്നെ ഇരിക്കും കേട്ടോ. കേട്ടിരുന്നാ മതി, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കാം. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പോയി എനിക്കറിയാം. ഓക്കെ, പ്രൊഫൈൽ നെയിം ഉണ്ട്, പ്രൊഫൈൽ പിക്ക് ഉണ്ട്, അൺമ്യൂട്ട് ആവുന്നേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ, പക്ഷെ എന്നാൽ ഞാൻ ക്ലാസ് കൊടുക്കും. ഓക്കെ, ഒരാളുണ്ടെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. അപ്പോ ഓക്കെ, ക്ലിയർ ആയോ അത്? ഹൗ ലോങ് How long have you been drawing a picture? അത് ശരിയാണോ? How long have you been drawing a picture? എത്ര നാളായിട്ട് പിക്ചർ വരയ്ക്കുന്നു ചോദിക്കാം. നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാന്ന് പറയും. അപ്പൊ നമുക്ക് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല. ഈ എക്സ്പ്രഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പറ്റും. നിങ്ങൾ കുറച്ചെങ്കിലും ഈ എക്സ്പ്രഷൻ ഇപ്പൊ ഇതുവരെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ, എന്തെങ്കിലും പറയാലോ. അപ്പൊ നിങ്ങളിപ്പോ രശ്മി പറഞ്ഞ കാര്യങ്ങളും ഗ്രാമർ പഠിച്ചിട്ട് പറയുന്നതാണോ? അല്ല, ഈ എക്സ്പ്രഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ രശ്മി ഒരു കാര്യങ്ങളും എല്ലാം പറയുന്നത്, അല്ലേ? അപ്പൊ എക്സ്പ്രഷൻ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. മാക്സിമം നിങ്ങളത് പഠിക്കാന്ന്, യൂസ് ചെയ്ത് പഠിക്കാം. അല്ലാതെ ബൈഹാർട്ട് പഠിച്ചതിന് ഒന്നും കിട്ടില്ല, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സ്പ്രഷൻ ഏതാട്ടോ? ഇറ്റ്സ് ടൈം, subject plus its time plus V2. Subject plus its time plus V2. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. Subject plus its time plus V2. അതായത് ഇപ്പോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time to wind up the class എന്ന് പറയാം. It's time to wind up the class. അവിടെ സബ്ജക്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് ഫസ്റ്റ് അല്ല കേട്ടോ. It's time വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചർ സബ്ജക്റ്റിൽ നിന്ന് എഴുതണ്ട, അത് മിസ്റ്റേക്ക് ആണ്. It's time you gave up smoking. Smoking അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. Then it's time to start the function. It's time to start the function. Function start ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ്. സബ്ജക്റ്റ് ആദ്യം വേണ്ടല്ലോ, സബ്ജക്റ്റ് ആദ്യം വരണ്ട. ഇറ്റ്സ് ടൈം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് ടൈമിന് ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. സബ്ജക്റ്റ് വേണമെങ്കിൽ മതി, അതാണ് നമുക്ക് പറയാം. ഇറ്റ്സ് ടൈം It is the wake up the ball. Oh, it's not പറയാവുന്നതാണോ? Okay, yeah. It's time to wake up. No. Wake up the ball. Yeah. Okay. Correct. Yeah. അപ്പൊ ഇത്രയും നമ്മുടെ സ്ട്രക്ചർ പഠിച്ചു. ഇന്നത്തെ സ്ട്രക്ചർ നമ്മൾ നോക്കി. We have to then Seems to. We have to seems to have you heard of. Then make, then have it, able to, Has or have. as or how. How long? How long? It's time. Then it's time. Yeah, nine expressions നമ്മൾ cover ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എഴുതാം. Subject plus managed to plus V1. Managed to plus V1. കൈകാര്യം ചെയ്തു, ഞാനത് കൈകാര്യം ചെയ്തു, ഞാനത് മാനേജ് ചെയ്തു എന്ന് പറയില്ല. I will manage ചെയ്യാമെന്നാണ്. മാനേജ് ചെയ്തു,
I managed to get a couple of tickets. I managed to get a couple of tickets. Tickets. ഞാൻ മാനേജ് ചെയ്തു എന്ന് പറയില്ലേ. He managed to pay the money in time. കറക്റ്റ് സമയത്ത് അവൻ പേ ചെയ്യാൻ അവൻ മാനേജ് ചെയ്തു. ആ ഒരു മീനിങ്ങിലാണ് മാനേജ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോ ഇത്രയും എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ഇത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് എല്ലാവർക്കും ടെക്സ്റ്റ് ചെയ്തേ. ആലോചിച്ച് കുറച്ച് എക്സാമ്പിൾസ് ഒരു 5 മിനിറ്റ് ടൈം തരാം. മാക്സിമം കുറച്ച് എക്സാമ്പിൾ ഒന്നിച്ച് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോന്ന് ടെക്സ്റ്റ് ചെയ്യുക. ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യണം, അത് മസ്റ്റ് ആണ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഒട്ടും പോയിട്ടില്ല, എല്ലാവരും ചെയ്യാം. ഓക്കെ, രശ്മി, നസ്രിമോൾ, അഞ്ജു ചെയ്യാട്ടോ. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങളത് യൂസ് ചെയ്താൽ മാത്രമേ എന്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. തെറ്റിയാലും കുഴപ്പമില്ല, ക്രിയേറ്റ് ചെയ്യാം. വെറുതെ നമ്മൾക്ക് ഒരു 10 എക്സ്പ്രഷൻ ആണ് കുറച്ച് സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, അത് വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കണ്ടേ? അതിനു വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാം, എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മാനേജ്ഡ് മീനിങ് കൈകാര്യം ചെയ്തു എന്നാണ്. മാനേജ്ഡ് അല്ലേ, ഫാസ്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മാക്സിമം നമ്മൾ എത്ര എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ടോ അത് വെച്ചിട്ട് എല്ലാവരും മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്തായാലും പറയണം. ഓക്കെ ആണോ? ഇനി മുതൽ 3 സ്റ്റുഡൻസേ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. ഉള്ളവരൊന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കും. ഓക്കെ, രശ്മി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? രശ്മി കഴിഞ്ഞ ക്ലാസ് വന്നായിരുന്നു. ടോപ്പിക് പ്രസന്റ് ചെയ്തിരുന്നോ? ഇല്ല. It's time to wake up to play. തെറ്റാണ്. എന്താണ് ഉദ്ദേശിച്ചത്? പറയൂ രശ്മി. രശ്മി എന്താ ഉദ്ദേശിച്ചത്? കളിക്കാൻ വേണ്ടി എനിക്കാണോ ടൈമായി എന്നാണോ? എന്തോ ഞാനല്ല എഴുതിയ. അയ്യോ, നസ്രിമോൾ. ഓക്കെ, നസ്രിമോൾ സോറി. എന്താ ഉദ്ദേശിച്ചത്? It's time to wake up to play. It's time to wake up. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. കളി അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണെങ്കിൽ അതിക്രമിക്കുമ്പോ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോ ടൈം ടു വൈൻഡ് അപ്പ് പറയണ്ട, സ്റ്റോപ്പ് വേണ്ടി പറയാം. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. വേക്കപ്പ് എന്ന് പറയുമ്പോ എണീക്കുക എന്നല്ലേ മീനിങ് വരാം, ഉണരുക എന്നൊരു മീനിങ് വരാം. ടൈം ടു സ്റ്റോപ്പ് യുവർ പ്ലെയിന് വേണ്ടി പറയാം.
അല്ലെങ്കിൽ സ്റ്റാമ്പിൽ കയറ്റി ഹോം പറയാം, വീട്ടിലേക്ക് വരാൻ ടൈം ആയി. സോ എനിക്ക് എന്തെങ്കിലുമൊക്കെ സെന്റൻസ് സോറി ഒന്നും പറയണ്ട, കുഴപ്പമില്ല. മിസ്റ്റേക്കിലൂടെ നമുക്ക് പഠിക്കുള്ളൂ. ഈ മലയാളം മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. സോ അത്രയ്ക്കുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ട് മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ചെയ്തിട്ട് വരണോട്ടോ, എല്ലാവരും ചെയ്തിട്ട് വരണം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Not feeling good. Okay, Thank you, Miss. Okay, yeah. Thank you all. See you on the next class. Okay, bye.